ഇന്ന് മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായിട്ടുള്ള കൂർമാവതാരത്തിന്റെ കഥയാട്ടോ. കൂർമാവതാരം എന്ന് വെച്ചാൽ ടേർട്ടിലായിട്ട് മഹാവിഷ്ണു ജനിച്ച കഥ. പക്ഷേ ഈ സ്റ്റോറി പറയാൻ വേണ്ടി വേറെ വലിയൊരു സ്റ്റോറി പറയേണ്ട ആവശ്യമുണ്ട്. പാലാഴി കടഞ്ഞ കഥ, അല്ലെങ്കിൽ സമുദ്രമന്ഥന്റെ കഥ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഒരു സ്റ്റോറി ഒതുങ്ങില്ല കേട്ടോ. അപ്പൊ കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞുതരാം. അപ്പൊ ഇത് തുടങ്ങിയത് ഇന്ദ്രൻ, അതായത് ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ അവരുടെ വെഹിക്കിൾ, അതായത് അവരുടെ വാഹനമായിട്ടുള്ള ഐരാവതം, വൈറ്റ് എലിഫന്റിന്റെ മേലെ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പം ഋഷി ദുർവാസാവിനെ കണ്ടു. അപ്പൊ ഋഷി ദുർവാസാവ് ഒരു ഫ്ലവർ ഗാർലൻഡ് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ അവരെ ഓണർ ചെയ്യാൻ വേണ്ടി ഈ ഫ്ലവർ ഗാർലൻഡ് എന്ത് ചെയ്തു? ഐരാവതത്തിന്റെ മേലെ വെച്ചു. പക്ഷേ ഈ ഗാർലൻഡിന്റെ ഭയങ്കര നല്ല മണം കൊണ്ട് ഒരുപാട് ബീസ് വന്നിട്ട് ഈ ഐരാവതത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഐരാവത് ഒരു എലിഫന്റ് അല്ലേ, അതിന് ഇറിറ്റേഷൻ ആയപ്പം ഈ ഗാർലൻഡ് എടുത്തിട്ട് താഴെ ഇട്ടു. പക്ഷേ ഈ ഗാർലൻഡ് ഐശ്വര്യത്തിന്റെ പ്രതീകമായിരുന്നു. ഇത് സംഭവിച്ചപ്പാട് മഹാലക്ഷ്മി എന്ത് ചെയ്തു? പാലാഴിയിലേക്ക് പോയി, ഉള്ളിലേക്ക് പോയി. എന്നിട്ട് ദുർവാസാവ് എല്ലാ ദേവന്മാരും അവരുടെ ശക്തികൾ പോട്ടേന്ന് ശപിച്ചു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ പിന്നീടുണ്ടായ യുദ്ധത്തിൽ ദേവന്മാര് തോറ്റു, ബാലി ജയിച്ചു.